കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗമോ? എന്ത് അന്തരംഗം? നീലാംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോൾ കൊച്ചിക്കാരൻ കുട്ടപ്പൻ ചായ കൊടുത്ത് സൽക്കരിച്ചു എന്നാണ്. പക്ഷേ നീലാംസ്ട്രോങ് അതാരോടും പറഞ്ഞില്ല. അതല്ലേലും അങ്ങനെ. അതുകൊണ്ടാണല്ലോ കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപ്പോ ആരും എതിർക്കാത്തത്. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയും. പറയട്ടെ, ഇത് കേരളത്തിലെ ഏറ്റവും ലാഭത്തിലോടുന്ന ബിസിനസ് സാമ്രാജ്യം. കേരളത്തിന്റെ സ്പന്ദനം ഇതാണ്, ഇതാണ്, ഇതാണ്. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലും തിയേറ്റർ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലും ശാന്തതയില്ലാത്തവർ ഇവിടെ പരിപൂർണ ശാന്തതയോടെ ക്യൂ നിൽക്കും. മാസത്തിൽ ഇതൊന്നും ഉറപ്പാണ്. പല പേരുകൾ വിളിക്കപ്പെടും. പണിമുടക്ക്, ഹർത്താൽ, അങ്ങനെ. സദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ലോകത്തിൽ ആദ്യ ഹർത്താൽ ആചരിച്ചത് കേരളമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് നമ്മുടെ ഏറ്റവും നല്ല റോഡുകളിലൊന്ന്. ഈ വരുന്നത് നമ്മുടെ സംസ്ഥാന വാഹനം KSRTC ബസ്. എല്ലാം ഇങ്ങനെയാണെങ്കിലും ജീവിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ ജീവിക്കണം. ശുദ്ധവായു, ശുദ്ധജലം, ഇത് രാജ്യത്ത് മറ്റെവിടെ കിട്ടും? അഹങ്കാരത്തോടെ ഞാൻ പറയും, ഞാനൊരു മലയാളിയാണ്. യെസ്, ഐ ആം എ മലയാളി. വെറുതെ സിനിമ ഉണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ടാ. ആകെ ഉണ്ടായിരുന്നു 100 അല്ലെങ്കിൽ ബസ് കാശും കഷ്ടമുള്ളൂ. 50 രൂപ പോയത് മിച്ചം. ഒരു 10 രൂപ ഇട്ട് സേതുക്കാൻ്റെ അവിടെ നിന്ന് ബിരിയാണി വെച്ചിനെ വയറ്റി കിടന്നെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. ഇത്ര നേരം ഇന്ന് പുളിങ്കൊണ്ട് ബസ്സില്ലേ? വരുന്നുണ്ടൊരു തൊലിഞ്ഞ ബസ്. ശബ്ദം കേൾക്കുമ്പോഴേ തലഞ്ഞിരുന്നു. KSRTC ബസ്സിലൊക്കെ മാറിന്റെ സാവയ അതിക്രമിച്ചു. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കാണല്ല. അല്ല, ശനിയാഴ്ച എനിക്ക് അങ്ങനെ വരും. ലേഡീസിലുള്ള തെണ്ടിയിരിക്കണ. മറ്റു സീറ്റിലാണെങ്കിൽ ഒരു അട്ട ഉരുപ്പിടി ഇല്ല. ഒരു പുളിങ്ങൊന്ന് ചേഞ്ചില്ലേ? എല്ലാരും 50ന്റെ 100ന്റെ നോട്ടെന്ന് ഞാൻ ചെയ്യാൻ ഇഷ്ടം. ഇറങ്ങുമ്പോ വാങ്ങിച്ചോ. KSRTC കണ്ടക്ടർമാർക്ക് കളക്ടറേക്കാളും വിചാരമാണ്. ജനങ്ങളുടെ വിധി. പൊടിപൊടിക്ക് ഓണം സൈബർ പാർക്കിനോടൊപ്പം സൈബർ പാർക്ക് ലൈഫ് സ്റ്റൈൽ ഷോ. ഓഫറൊക്കെ കളറായിട്ടുണ്ട്. ഓടിക്കാൻ പോയിട്ട് 2 അടിക്കാൻ കാശില്ല. ഗവൺമെന്റ് പുതിയതായാലും റോഡും മാലിന്യം പഴയ പോലെ തന്നെ. കേരളത്തിന്റെ ഒരു ദുരവസ്ഥയെ. വല്ല യൂറോപ്പിലും ജനിച്ചാൽ മതിയായിരുന്നു. കേറിക്കേ വേം.
ദൈവത്തിന് സ്തുതി. ദൈവം എന്നെ പൂർണ്ണമായി കൈവിട്ടിട്ടില്ല. അവിടെ തന്നെ വന്നിരിക്കണേ. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതെന്ന് പണ്ട് ഇതൊരു മഹാൻ പറഞ്ഞത് എത്ര സത്യവും. സിനിമ കണ്ടത് വെറുതെ ആയില്ല. പകുതി പൈസ എവിടെയോ ലാഭമായി. ഇതിപ്പോ എങ്ങനെ പൊട്ടിയേ? എണീക്കടോ. തനിക്ക് കണ്ണ് കാണാൻ പാടില്ലേ? ഒരമ്മ കുഞ്ഞിനെ കൊണ്ട് വീണിട്ട് താൻ ലേഡി സീറ്റിൽ തന്നെ ഇരിക്കോ? ഇപ്പോഴത്തെ പെൺകുട്ടികളെ എങ്ങനെ വേണം? പുളിങ്കുന്ന് ഇറങ്ങാനല്ലോ ഇറങ്ങി.